സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷം. രാജ്യത്തെ മൊത്തം കൊറോണ കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 90% ഇപ്പോൾ കേരളത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 379 കൊറോണ കേസുകളാണ്. രാജ്യത്ത് 5 കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ 2 കേരളത്തിലുമാണ്. ടിൻഡു ദാസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടിൻഡു, എന്തായാലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കാരണം പുതുവത്സര ആഘോഷങ്ങൾ ഇനിയും ബാക്കിയായിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളും ഒരുപക്ഷെ പലയിടങ്ങളിലും ഇനിയും തുടരുന്നുമുണ്ട്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരു ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഇന്ന് 379 പേർക്കോളം കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ 100-ലധികം പേർക്കാണ് അധികമായി കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് 797 പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുമ്പോൾ ഏതാണ്ട് 400 പേർക്കോളം കേരളത്തിൽ തന്നെ കൊറോണ സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. രാജ്യത്ത് ആകമാനം 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സംസ്ഥാനത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്ത് 2 മരണമാണ്. അതായത് കഴിഞ്ഞ 3 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളതും കേരളത്തിൽ തന്നെയാണ്. കർണാടകയിൽ 158 പേർക്കാണ് നിലവിൽ ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കിടക്കകൾ, ഐസൊലേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ കൊറോണ മുൻകരുതലുകൾ ജാഗ്രതയോടുകൂടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്തിന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. ആഘോഷങ്ങൾ, അതായത് പുതുവത്സര ആഘോഷങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ കർശനമായും മാസ്ക് ഒക്കെ നിർബന്ധമാക്കാനും അതുപോലെ തന്നെ ശുചിത്വം പാലിക്കാനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 1 മാസം മുമ്പാണ് ആരോഗ്യ വകുപ്പ് ഈ ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ജാഗ്രത പാലിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നും ആരോഗ്യ മന്ത്രാലയം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. നിലവിലിപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള സാഹചര്യം തന്നെയാണ്. കൊറോണ നിരക്ക് വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ രോഗമുക്തി നിരക്കും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജാഗ്രതാ സംവിധാനങ്ങളും കർശനമായി പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ ഈ ഒമിക്രോൺ J1 വേരിയന്റ് ആണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത്. അപ്പൊ അതിനെ പിടിച്ചുകെട്ടാനുള്ള മുന്നൊരുക്കങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനു, ശരി ടിൻഡു.